1 യോഹന്നാൻ 3:5 മുതൽ ഞാനൊന്ന് വായിക്കുവാണ്. അവിടെ ഇരിക്കുന്നത് എങ്ങനെയാണ്? പാപങ്ങളെ നീക്കുവാൻ യേശു കർത്താവ് പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്ന ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദി മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഒരു ചെറിയ, എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാനായിട്ടുള്ള സമയം പോരാ, കുറച്ച് കാര്യങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് ഞാനിപ്പോൾ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? പാപങ്ങളെ നീക്കുവാനാണ് ജീസസ് ക്രൈസ്റ്റ് പ്രത്യക്ഷനായത്. പാപങ്ങളെ നീക്കുവാൻ പ്രത്യക്ഷനായെങ്കിലും ജീസസ് ക്രൈസ്റ്റിനകത്ത് പാപം ഇല്ല എന്നുള്ള വസ്തുതയും ബൈബിൾ വളരെ വ്യക്തതയോടുകൂടെ മുന്നോട്ട് വെക്കുന്നു. അതിനകത്ത് ആർക്കും തർക്കമില്ല. പക്ഷെ തർക്കമുണ്ടാകേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവിൽ പാപമില്ല എന്ന് ഇവിടെ മാത്രമല്ല, യേശു കർത്താവും ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധവാനാക്കും എന്നൊക്കെ ജീസസ് ക്രൈസ്റ്റും ഓപ്പണായിട്ട് ചോദിച്ചിട്ടുണ്ട്. സുവിശേഷങ്ങളും ലേഖനങ്ങളുമെല്ലാം ഉപോത്ബലമായ രീതിയിൽ അതിൻ്റെ ലേഖനകർത്താക്കളെല്ലാം വിവരിച്ചിട്ടുമുണ്ട്. ഈ പാപം എന്താണെന്നുള്ളതിനെക്കുറിച്ച് പൗലൂസ് വളരെ വ്യക്തതയോടുകൂടെ റോമാലേഖനത്തിലും ഗലാത്യർ ലേഖനത്തിലും പറയുന്നത്, ന്യായപ്രമാണം ഒരു സൈഡിലും പാപത്തെ മറു സൈഡിൽ വെച്ചിട്ടാണ് പൗലൂസ് സംസാരിക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ ലംഘനമാണ് പാപമെന്നുള്ള രീതിയിലാണ് പൗലൂസ് കാര്യങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. എന്താണ് പാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൽപ്പനകളും ഉപകൽപ്പനകളുമായി വരുന്ന ന്യായപ്രമാണത്തിനകത്തുള്ള കാര്യങ്ങളെ ലംഘിക്കുന്ന ഒരു വ്യക്തിയാണ് പാപി എന്ന് പറയുന്നത്. ഇത് പൗലൂസിൻ്റെ ഭാഷ്യം, അല്ലെങ്കിൽ പുതു നിയമത്തിൻ്റെ സിദ്ധാന്തമാണ് ഇത്. ന്യായപ്രമാണം കൊടുത്തിരിക്കുന്നത് യഹൂദന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ന്യായപ്രമാണമില്ല. അപ്പോൾ മോശെ വഴി, അഹരോൻ വഴി, ജോഷുവ വഴി ഓരോ കാലഘട്ടത്തിലും ദൈവം കൊടുത്തിരിക്കുന്ന നിയമാവലികളാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ആ ന്യായപ്രമാണം യഹൂദൻ്റെ നിലനിൽപ്പിനും അവർക്ക് ശരിയായ രീതിയിലുള്ള മാർഗനിർദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ന്യായപ്രമാണം ദൈവം കൊടുത്തിരിക്കുന്നത്. അത് മറ്റു മനുഷ്യർക്ക് ബാധകം അല്ല. അപ്പോൾ ആരെ മാത്രമേ പാപി എന്ന് പറയാൻ പറ്റത്തുള്ളൂ? യഹൂദനെ മാത്രമേ പാപി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ന്യായപ്രമാണ ലംഘനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പാപി. നമുക്ക് മനസ്സിലാകുന്നൊരു രീതിയിൽ നമുക്കൊന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യക്കകത്ത് ഇന്ത്യൻ പീനൽ കോഡുണ്ട്, ഇന്ത്യൻ നിയമവ്യവസ്ഥയുണ്ട്. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ ലംഘിക്കുന്ന വ്യക്തികളെ നമ്മൾ കുറ്റവാളി എന്ന് പറയും. അപ്പോൾ ആരാണ് കുറ്റവാളി? ഇന്ത്യൻ നിയമം ലംഘിക്കുന്ന വ്യക്തിയാണ് കുറ്റവാളി. അപ്പോൾ ഇന്ത്യൻ നിയമത്തിനനുസരിച്ച് കോടതിയിൽ പോയിട്ട് വിചാരണയൊക്കെ ചെയ്ത് ആ വ്യക്തിയെ ചിലപ്പോൾ കോടതി ശിക്ഷിക്കുമ്പോൾ ചിലപ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ ജയിലിൽ ആ വ്യക്തി കോടതി പറയുന്ന കാലയളവിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യൻ നിയമം ലംഘിക്കുന്നവർ കുറ്റവാളി. ആ കുറ്റവാളികളുടെ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയിട്ട് കോടതി ജയിലിലേക്ക് വിടും. അവിടെ നിന്ന് പറയുന്ന കാലാവധി പൂർത്തിയായി തിരിച്ചു വരണം. ഇതുപോലെ തന്നെയാണ് അന്നത്തെ ന്യായപ്രമാണം യഹൂദനുള്ളതാണ്. യഹൂദൻ ന്യായപ്രമാണം ലംഘിച്ചു കഴിഞ്ഞാൽ അവന് ആ ദേവാലയത്തിനകത്ത് വച്ചിരിക്കുന്ന യാഗകർമ്മങ്ങൾ ചെയ്യണം. കുറുപ്രാവിനെയോ ആട്ടുകൊറ്റനെയോ കാളക്കിടാവിനെയോ യാഗം കഴിക്കണം. അങ്ങനെയാണെങ്കിൽ ആ പാപത്തിൽ നിന്ന് അവൻ ഒഴിവുള്ളവനാകും. ഈ പാപപരിഹാരാർത്ഥമുള്ള യാഗം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവനെ പാപി എന്നുള്ള ലേബൽ ചുമർത്തി ശമരിയയിലോ ബഥാനിയയിലോ നസറേത്തിലോ അങ്ങനെയുള്ള ചില പോക്കറ്റുകളിൽ അവനെ അവിടെ ജീവിക്കാൻ അനുവദിക്കും. നമ്മളെ കോടതി ജയിൽ ശിക്ഷ നൽകുന്നത് പോലെ ഈ പാപിയായ വ്യക്തികൾ യാഗങ്ങൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് പാർപ്പിക്കുന്ന സ്ഥലമാണ് നസറേത്ത്, ബഥാനിയ, ശമരിയ പോലുള്ള സ്ഥലങ്ങൾ. അപ്പോൾ എപ്പോഴാണോ അവർ യാഗങ്ങൾ കഴിച്ച് നിയമം പറയുന്ന പ്രതിക്രിയ ചെയ്യുന്നത്, പ്രായശ്ചിത്തം ചെയ്യുന്നത്, എന്നാൽ മാത്രമേ അവർക്ക് യഹൂദൻ്റെ ആ ഒരു ഫെലോഷിപ്പിനകത്ത് സ്ഥാനമുള്ളൂ, ദേവാലയത്തിൽ വരാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ ശമരിയ എന്ന് പറയുന്നതും ബഥാനി എന്ന് പറയുന്നതും നസ്രേത്ത് എന്ന് പറയുന്നതുമൊക്കെ ആരുടെ വാസസ്ഥലമാണ്? പാപികളുടെ വാസസ്ഥലമാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനിയാണ് ഞാൻ ജീസസ് ക്രൈസ്റ്റിൽ പാപമില്ല എന്ന് ബൈബിൾ പറയുന്ന കാര്യത്തെക്കുറിച്ചൊന്ന് അതുമായിട്ട് ചേർത്ത് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ 1-ാം സങ്കീർത്തനം വായിച്ചിട്ടുണ്ടാവും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, ഇല്ലേ, യഹോവയുടെ ന്യായ പ്രമാണത്തിൽ രാപ്പകൽ സന്തോഷിക്കണമെന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നതാണ് 1-ാമത്തെ സങ്കീർത്തനം. സോ ഈ 1-ാമത്തെ സങ്കീർത്തനം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആ ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായി എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 1-ാമത്തെ സങ്കീർത്തനം. അപ്പോൾ ഇനി ജീസസിൻ്റെ ലൈഫിലേക്ക് വന്നേ. ജീസസ് സാധാരണ ഒരു വ്യക്തി മാത്രമല്ല, അന്നത്തെ റബി കൂടെയാണ്. റബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദൻ്റെ ന്യായപ്രമാണ വ്യവസ്ഥയെ, ആചാര അനുഷ്ഠാനങ്ങളെ, ആ യഹൂദൻ്റെ കൾച്ചറിനെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റബി എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ നിയമത്തിലെ ആദ്യത്തെ സുവിശേഷങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, യേശു കർത്താവ് എല്ലാ ആഴ്ചയിലും യഹൂദൻ്റെ മതപാഠശാലയായ സിനഗോഗുകളിൽ, പള്ളികളിൽ ഉപദേശിക്കാനായിട്ട്, പഠിപ്പിക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ സിനഗോഗുകളിൽ അല്ലെങ്കിൽ യഹൂദൻ്റെ മതപാഠശാലയായ പള്ളികളിൽ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി ആരായിരിക്കും? ഒരു റബി ആയിരിക്കും. അപ്പോൾ ഗുരു എന്നർത്ഥമുള്ള വാക്കാണ് റബി. അപ്പോൾ ഒരു റബി ഒരിക്കലും താൻ പഠിപ്പിക്കുന്ന ന്യായപ്രമാണത്തെ ഖണ്ഡിക്കാനോ ലംഘിക്കാനോ പാടില്ല എന്നുള്ളതാണ് യഹൂദൻ്റെ വ്യവസ്ഥ. അപ്പോൾ ഇനി നമുക്ക് ജീസസിൻ്റെ ലൈഫിലേക്ക് വരാം. പാപിനിയായ ഒരു സ്ത്രീ, അല്ലെങ്കിൽ രക്തസ്രാവമുള്ളൊരു സ്ത്രീ, കല്ലെറിയാൻ കൊണ്ടുവന്ന സ്ത്രീ, കാലിൽ ആ തൈലം പൂശിയ സ്ത്രീ, ഈ സ്ത്രീകളെയെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് പാപമുള്ള സ്ത്രീകളെന്നാണ്. അങ്ങനെ ഒരു സ്ത്രീ ഒരു യഹൂദ പുരുഷനെ തൊടാൻ പോലും പാടില്ല. യഹൂദ പുരുഷനെ തൊടാൻ പാടില്ലെങ്കിൽ ഒരു റബിയെ ഒരിക്കലും തൊടാൻ പാടില്ല, ദൂരത്ത് മാറി നിൽക്കണം. അപ്പോൾ യേശു ഇങ്ങനെയുള്ള വ്യക്തികളെ തൻ്റെ ശരീരത്തിൽ തൊടാൻ അനുവദിച്ചു. വെറും തൊടാൻ അനുവദിക്കുക മാത്രമല്ല, തൻ്റെ കാലിൽ തൈലം പൂശാൻ അനുവദിച്ചു. അതുമാത്രമല്ല, മുടി കൊണ്ട് തൻ്റെ കാലിനെ തുടയ്ക്കുകയും കാലിൽ ചുംബിക്കാനും ജീസസ് ക്രൈസ്റ്റ് അനുവദിച്ചു. അങ്ങനെയാണെങ്കിൽ യഹൂദൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് ജീസസ് ചെയ്തത് എന്താണ്? ന്യായപ്രമാണ ലംഘനം പൗലൂസ് പറയുന്നു പാപം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതേ ന്യായപ്രമാണം പറയുന്ന ഒരു നിയമത്തെ ഇങ്ങനെയുള്ള സ്ത്രീകളുമായിട്ട് ഇടപെടാനോ ആ സ്ത്രീകളെടുത്ത് പോകാനോ ആ സ്ത്രീകളെ തൊടാനോ അനുവദിക്കരുതെന്ന് ന്യായപ്രമാണം പറയുമ്പോൾ, ആ ന്യായപ്രമാണത്തെ ജീസസ് ലംഘിക്കാനായിട്ട് ആ സ്ത്രീകളെ അനുവദിക്കുമ്പോൾ ഒരു റബി കൂടെ ആയ ജീസസ് ആരായി മാറും? ന്യായപ്രമാണ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ യഹൂദൻ്റെ വ്യവസ്ഥയിൽ ജീസസ് ഒരു പാപിയായിട്ട് മാറും. പക്ഷെ ജീസസ് പറയുന്നു, ഞാൻ പാപിയല്ല. അപ്പോൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ, ജീസസ് ക്രൈസ്റ്റിൻ്റെ കാഴ്ചപ്പാടിൽ പാപവും പാപി എന്ന് പറയുന്നതും ഈ യഹൂദൻ്റെ ലേബൽ ചെയ്തിരിക്കുന്ന കാര്യമല്ല എന്ന് സ്പഷ്ടം. അപ്പോൾ വീണ്ടും അടുത്ത് ജീസസിൻ്റെ ലൈഫിലേക്ക് നമുക്ക് പോകാം. ന്യായപ്രമാണം വളരെ വ്യക്തതയോടുകൂടെ പറയുന്ന അടുത്ത ഒരു ഉപകൽപ്പനയാണ്, കുഷ്ഠരോഗിയെ തൊടരുത്, കുഷ്ഠരോഗിയുടെ വീട്ടിൽ പോകരുത്. കുഷ്ഠരോഗി നിന്റെ തൊട്ടാലോ കുഷ്ഠരോഗിയുടെ വീട്ടിൽ പോയാലോ ഇത്ര ദിവസം നീ അശുദ്ധനായി മാറി താമസിക്കണമെന്ന് യഹൂദൻ്റെ ന്യായപ്രമാണം പറയുന്നു. അതിൽ പ്രതിക്രിയയും ചെയ്യണം, യാഗവും ചെയ്യണം. പക്ഷെ ജീസസ് ക്രൈസ്റ്റ് കുഷ്ഠരോഗിയെ തൊട്ടുവെന്ന് മാത്രമല്ല, ചിലപ്പം ആലിംഗനം ചെയ്തു, കുഷ്ഠരോഗിയുടെ വീട്ടിൽ പോയി. അപ്പോൾ വീണ്ടും ന്യായപ്രമാണത്തിൻ്റെ ലംഘനമല്ലേ ജീസസ് ചെയ്യുന്നത്? മത്തായി സുവിശേഷത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, പരീശന്മാരും സദൂക്യന്മാരും എല്ലാം വന്നിട്ട് ജീസസിനെ കുറിച്ച് ജീസസിൻ്റെ ഡിസൈപ്പിൾസിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ എന്തിനാ പാപികളോടൊപ്പം ചുങ്കക്കാരോടൊപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്? നമുക്കറിയാം, സക്കായിയുടെ വീട്ടിൽ ജീസസ് ക്രൈസ്റ്റ് പോയി. സക്കായിയുടെ വീട്ടിൽ പോയി എന്ന് മാത്രമല്ല, അവൻ്റെ ഭക്ഷണമേശയിൽ യേശു കർത്താവ് ആഹാരം കഴിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെയും റബ്ബിയായ ഒരു വ്യക്തി, യഹൂദൻ്റെ മതം പഠിപ്പിക്കുന്ന, യഹൂദൻ്റെ ആ ന്യായപ്രമാണത്തെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി, പാപികളോടുകൂടെ സല്ലപിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന വ്യക്തി, ചുങ്കക്കാരും പാപികളുടെ അടുത്ത് ഒരു സംസർഗവും പാടില്ല എന്ന് പഠിപ്പിക്കുന്ന വ്യക്തി
പാപികളോട് തിന്നുകയും കുടിക്കുകയും ചുങ്കക്കാരൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുകയും ചെയ്തുവെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ ലംഘനം തന്നെയാണ്. പൗലൂസിൻ്റെ ഭാഷയിൽ ന്യായപ്രമാണത്തിൻ്റെ ലംഘനം പാപമാണ്. പാപം ചെയ്യുന്ന വ്യക്തി പാപിയാണ്. സ്റ്റിൽ യേശു പറയുന്നു, പാപത്തെക്കുറിച്ച് എന്നെ ആര് ബോധവാനാക്കും? ഞാൻ പാപിയല്ല എന്ന് യേശു പറയുന്നു. ലേഖനങ്ങൾ മുഴുവൻ പറയുന്നു അവനിൽ പാപം ഇല്ല. അപ്പോൾ പിന്നെ ഈ ന്യായപ്രമാണത്തിൻ്റെ ലംഘനങ്ങളൊന്നും പാപമല്ലേ? ഇങ്ങനെ യേശു കർത്താവിൻ്റെ മിനിസ്ട്രി മുഴുവൻ, യേശു കർത്താവിൻ്റെ മിനിസ്ട്രിയുടെ 90% ഈ ശമരിയയിലും ഈ ബഥാനിയയിലും ഈ നസറയത്തിലും ഒക്കെ ആയിരുന്നു യേശുവിൻ്റെ മിനിസ്ട്രി മുഴുവൻ. ഈ പറയുന്ന പോയിന്റുകളെല്ലാം ഇന്നത്തെ ഭാഷയിൽ തടവറകളായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് യഹൂദ മതവക്താക്കൾക്ക് ജീസസിനോട് ഭയങ്കര കലി തോന്നാനും കാരണം. അപ്പോൾ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈബിളിൽ പറയുന്ന ന്യായപ്രമാണത്തെ പ്രത്യക്ഷമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വച്ച് തന്നെ ജീസസ് ക്രൈസ്റ്റ് ലംഘിച്ചിട്ടും ജീസസ് പാപിയല്ല എന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ ബൈബിൾ മുന്നോട്ട് വെക്കുന്ന കാര്യമല്ല, പുതിയ നിയമം മുമ്പോട്ട് വെക്കുന്ന കാര്യമല്ല പാപം എന്നത് സ്പഷ്ടം. ഞാൻ ശബരിമല പോയപ്പോഴത്തേക്ക് ക്രിസ്ത്യാനികൾ ഒന്നടങ്കം മുറവിള കൂട്ടി. ഒരു പുരോഹിതൻ, ക്രിസ്ത്യാനി പോട്ടെ, ഒരു പുരോഹിതൻ 1-ാം പ്രമാണം ലംഘിച്ചിരിക്കുന്നു. ഞാൻ ആ ശബരിമല പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം ഏത് വീഡിയോ ഇടുകയാണെങ്കിലും ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല, പച്ചയ്ക്ക് നല്ല ഒന്നാന്തര അസഭ്യം പറഞ്ഞ നമ്മുടെ ക്രിസ്ത്യാനികൾ എൻ്റെ വീഡിയോസിൻ്റെ ഇടയിൽ വന്ന് കമൻ്റ് ഇടുന്നു. എന്തുകൊണ്ടാണ്? അച്ഛൻ 1-ാം പ്രമാണം ലംഘിച്ചു, അച്ഛൻ പാപം ചെയ്തു. പക്ഷേ ഈ പറയുന്ന വ്യക്തികൾക്കാർക്കും പാപം എന്താണെന്ന് ഇന്നയോളം മനസ്സിലായിട്ടില്ല. സോ ക്രിസ്ത്യാനികളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ ലംഘനം, കൽപ്പകങ്ങളുടെ ലംഘനമാണ് പാപമെന്നാണ് ആ യഹൂദൻ്റെ കാലഘട്ടത്തിലും, അതായത് ജീസസ് ക്രൈസ്റ്റ് വന്ന ആ സമയത്തും തുടർന്നും ഇന്നും വിശ്വസിക്കപ്പെടുന്നത് കൽപ്പനകളുടെ ലംഘനമാണ് പാപം എന്നാണ്. എന്നാൽ ബൈബിൾ തന്നെ പ്രതിപാദിക്കുന്നു യേശു പാപം ചെയ്തില്ല. ന്യായപ്രമാണം ലംഘിച്ചിട്ടും പരസ്യമായി ന്യായപ്രമാണത്തിൻ്റെ ലംഘനം നടത്തിയിട്ടും യേശുവിനെ പാപിയെന്ന് വിളിക്കുന്നില്ല. അപ്പോൾ ആ വാക്യം ഒന്നുകൂടെ നോക്കിയേ. 1 യോഹന്നാൻ 3-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപം ഇല്ല. അപ്പോൾ ക്രിസ്ത്യാനികളായ നമ്മെ കുഞ്ഞുപ്രായത്തിലെ സൺഡേ സ്കൂളിലും പല സംഘടനകളിലും കൂദാശകളിലും പഠിപ്പിച്ചതൊന്നുമല്ല പാപമെന്ന് ചുരുക്കം. അപ്പോൾ പിന്നെ പാപം എന്നാൽ എന്ത്? അതവിടെ നിൽക്കട്ടെ, നമുക്ക് പതുക്കെ ചിന്തിക്കാം. ഇപ്പം ചിന്തിച്ചിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലല്ലോ, അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ യേശു കർത്താവ് തന്നെ ഇതെല്ലാം ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ കൽപ്പനകളെല്ലാം ലംഘനം ജീസസ് ക്രൈസ്റ്റ് ചെയ്തുവെങ്കിൽ പിന്നെ കൽപ്പനകളെ ബേസ് ചെയ്തിട്ട് പാപം എന്താണെന്ന് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അച്ഛൻ ശബരിമല പോയത് 1-ാം പ്രമാണത്തിൻ്റെ ലംഘനം, അതുകൊണ്ട് അച്ഛൻ പാപി എന്ന് പറയുന്ന സാധനം അങ്ങ് കയ്യിലിരിക്കട്ടെ. ക്രിസ്ത്യാനികളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതങ്ങ് വാങ്ങി വെച്ചേക്ക്.